നന്മയുടെ വെളിച്ചമുണ്ടാകും. നമുക്കില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് പഠിക്കാവുന്ന ഒരുപാട് ഗുണങ്ങൾ അവരിലൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല, അത്ര പ്രയാസകരമായ കാര്യമൊന്നുമല്ല. ആ കണ്ടെത്തുന്ന നന്മകൾ നമ്മൾ ആ നന്മ പരത്തുക എന്ന് പറയുന്നത് അതിലും പ്രയാസം ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ അത് നാലാളോട് പറയുക എന്ന് പറയുന്നതിൽ വലിയ പ്രയാസമൊന്നും ഉണ്ടാവേണ്ടതല്ല. അതായത് ഈ പിണറായിന്റെ പാദസേവ ചെയ്യുന്ന ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ചുരുക്കം ചില. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹതിയാണ് ഈ പോസ്റ്റർ ഇട്ടത്. അതിനെ ഞങ്ങൾ അത്രേ വില കൽപ്പിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, സോപ്പിടുമ്പോ വല്ലാതെ പതപ്പിച്ചാൽ ഭാവിയിൽ ദോഷം ചെയ്യും, അത്രേ പറയുന്നു. അത് മൂന്ന് കെ രാകേഷൻ. ഇപ്പോ ഞാൻ വ്യക്തിപരമായിട്ട് ആരെക്കുറിച്ചൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇത്തരം അഭിപ്രായം പറയുന്നവരുടെ മുൻ തലമുറയിൽപ്പെട്ട തലമുതിർന്ന നേതാക്കളുണ്ട്. ആ നേതാക്കൾ രാഷ്ട്രീയ എതിരാളികളോട് കാണിച്ചിരുന്ന പരസ്പര ബഹുമാനം എന്താണ് എന്നുള്ളത്, എന്തായിരുന്നു എന്നുള്ളത് സ്വയം പഠിക്കുന്നത് നല്ലതായിരിക്കും. പരസ്പര ബഹുമാനത്തോടെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. അധിക്ഷേപിക്കുന്ന രാഷ്ട്രീയം പ്രാകൃതമാണ്, വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയമാണത്. ആ രാഷ്ട്രീയമല്ല ബന്ധപ്പെട്ടവർ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. അങ്ങേയറ്റ പ്രതിഷേധാർഹമായ വിധത്തിലാണ് അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കർണന് പോലും അസൂയ തോന്നും വിധമുള്ളതാണ് KKRന്റെ കവചമെന്ന് ദിവ്യേഷ് അയ്യർ IAS ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ച പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ചയും വിമർശനങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 3 വർഷങ്ങളിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം മുന്നിൽ നിന്ന് വീക്ഷിച്ച തനിക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ച അനവധി ഗുണങ്ങളുണ്ടെന്നും ദിവ്യേഷ് അയ്യർ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ദിവ്യക്കെതിരെ സമൂഹ മാധ്യമങ്ങളടക്കം കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പാദസേവ ചെയ്യുന്ന IAS ഉദ്യോഗസ്ഥയാണ് ദിവ്യ എന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം. സംഭവത്തിൽ പിന്നീട് വിശദീകരണവുമായി ദിവ്യയും രംഗത്തെത്തി. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, ഇവിടെ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ, ശബരിനാഥന്റെ ഭാര്യ ആണ് ദിവ്യേഷ് അയ്യർ. പക്ഷെ അതിനപ്പുറം അവരൊരു വളരെ കഴിവ് തെളിയിച്ചൊരു IAS ഉദ്യോഗസ്ഥ കൂടിയാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഉന്നതമായ പദവി വഹിക്കുന്ന ഒരു IAS ഉദ്യോഗസ്ഥയാണ്. ഇവിടെ കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് അസ്വസ്ഥപ്പെടുത്തിയത് എന്താണ്? ഈ ഒരു IAS ഉദ്യോഗസ്ഥ എന്നതിനപ്പുറം ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യ ഈ രീതിയിലൊരു CPMന്റെ നേതാവിനെ പുകഴ്ത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടതാണോ പ്രകോപിപ്പിച്ചത്? ടോം, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടന വേളയിലും അതോടൊപ്പം തന്നെ കെ രാധാകൃഷ്ണൻ അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പശ്ചാത്തലമുണ്ടായപ്പോഴും ഒക്കെ സമാനമായ തരത്തിൽ അവർക്ക് അനുകൂലമായ പരസ്യമായ പ്രതികരണവും സമൂഹ മാധ്യമങ്ങളുടെ ഇടപെടലും ദിവ്യേഷ് അയ്യരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിനോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനപ്പെട്ട ഒരു ചുമതലയുണ്ടായിരുന്ന KK രാഗേഷ് CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി നിയമിതനാകുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ദിവ്യേഷ് അയ്യർ ഇട്ട പോസ്റ്റ് വലിയ തരത്തിൽ കോൺഗ്രസ് നേതാക്കളും പോഷക സംഘടനയുടെ പ്രതിനിധികളുമൊക്കെ വലിയ തരത്തിൽ വിമർശനങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് കോൺഗ്രസ് നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് പ്രതിപക്ഷത്തെ ഏതെങ്കിലും ഒരു നേതാവിന് അനുകൂലമായാണ് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ ഇങ്ങനെയൊരു നിലപാടെടുക്കുന്നതെങ്കിൽ സർക്കാർ അവരോട് സ്വീകരിക്കുന്ന സമീപനം എന്തായിരിക്കും? അത് ഒരു ഇരട്ടത്താപ്പാണ്. ദിവ്യേഷ് അയ്യർ ബോധപൂർവം മുഖ്യമന്ത്രിയുടെ പ്രീതി പിടിച്ചു പറ്റുന്നതിന് വേണ്ടി അദ്ദേഹത്തെ പുകഴ്ത്തുകയാണ്, അതിനുവേണ്ടി പല അവസരങ്ങളും ബോധപൂർവം ഉപയോഗിക്കുകയാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ പങ്കുവെക്കുന്നത്. മാത്രവുമല്ല, ശബരിനാഥന്റെ ഭാര്യ എന്ന ഒരു അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യ എന്നൊരു കൺസിഡറേഷൻ അവിടെ കൊടുക്കേണ്ട കാര്യമില്ല. അവർ ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥയാണ്. അവരുടെ ഭാഗത്തു നിന്ന് ഒരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് അല്ലാതെ ഒരു ബ്യൂറോക്രാറ്റിക് ലെവലിൽ നിർണായകമായ ഒരു ചുമതലയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും
ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള പരാമർശങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് തിരുത്താൻ ദിവ്യ എസ് അയ്യർ തയ്യാറാകണമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ നിലപാട്. പക്ഷേ അതിനെ പ്രതിരോധിച്ചുകൊണ്ടാണ് കെ രാഗേഷ് രംഗത്തെത്തിയിരിക്കുന്നത്. മറ്റ് മുതിർന്ന CPM നേതാക്കൾ പലരും സമൂഹ മാധ്യമങ്ങളിലൂടെ ദിവ്യ എസ് അയ്യരെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതിനിടയിലാണ് ഈ സംഭവം വിവാദമായതിന് പിന്നാലെ ദിവ്യ എസ് അയ്യർ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കി അല്പസമയം മുമ്പ് രംഗത്തെത്തിയിരിക്കുന്നത്. ആ വാക്കുകളാണ് നമ്മൾ മുമ്പേ കേട്ടത്. കഴിഞ്ഞ 3.5 വർഷമായി തൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളെ തുടർന്നാണ് ഒരാളിലെ നന്മ എന്താണോ അത് പരസ്യമായി വിളിച്ചു പറയാൻ താൻ നിർബന്ധിതയാകുന്നത്. പക്ഷേ അങ്ങനെ എപ്പോഴൊക്കെ അങ്ങനെ ഒരു നന്മ വിളിച്ചു പറയാൻ തയ്യാറാകുന്നു അപ്പോഴൊക്കെ 3.5 വർഷത്തിനിടയിൽ വ്യക്തിപരമായി ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. വിചിത്രമായ മനുഷ്യരുടെ ഒരു ലോകമാണ്, മറ്റൊന്നും പറയാനില്ല എന്നാണ് ദിവ്യ എസ് അയ്യർ അതിന് വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പക്ഷേ ശബരിനാഥൻ അല്പസമയം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇങ്ങനെയൊക്കെ വിശദീകരിക്കുമ്പോഴും ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ്, IAS ഉദ്യോഗസ്ഥയാണ്. ഇവിടെ ഒരു 4 ആളോട് നന്മയുള്ളവരെ കുറിച്ച് 4 ആളോട് പറയാൻ പ്രയാസം വേണ്ട എന്നായിരുന്നു ദിവ്യ എസ് അയ്യർ സമൂഹ മാധ്യമങ്ങളിൽ ഇതൊരു വിശദീകരണമായി നൽകിയത്. പക്ഷെ ഇവിടെ ശബരിനാഥൻ അതിനെ വിമർശിക്കുന്നുണ്ട്. അതിലൊരു വീഴ്ചയുണ്ട്. കാരണം അഭിനന്ദനം സതുദ്ദേശപരമാണ് ആണെങ്കിലും അതിലൊരു വീഴ്ചയുണ്ട് എന്ന് ശബരിനാഥൻ പറയുന്നുണ്ട്. ദിവ്യയ്ക്ക് അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാകുന്നില്ലേ? കാരണം ഇതൊരു രാഷ്ട്രീയ നിയമനമാണ്. അതല്ലാതെ മറ്റു രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ചുമതലയിലേക്ക് വന്ന വ്യക്തിയോ മറ്റ് സർക്കാരിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയോ അല്ല നിലവിൽ ഇപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന ഒരു പദവി. അവിടെ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനൊരു വിമർശനം ഉണ്ടാകുമ്പോഴും അതിനെ സ്വയം ന്യായീകരിക്കുന്ന ഒരു നടപടി തന്നെയല്ലേ ദിവ്യ ഇപ്പോൾ സ്വീകരിക്കുന്നത്? അതായത് അതിൽ രാഷ്ട്രീയമായി ആശങ്കപ്പെടേണ്ടത് ശബരിനാഥന് മാത്രമാണ്. അതുകൊണ്ടാണ് ശബരിനാഥൻ അങ്ങനെ ഒരു നിലപാടെടുത്ത് ഭാര്യ സ്വീകരിച്ച അല്ലെങ്കിൽ സമൂഹ മാധ്യമത്തിലിട്ട ആ പോസ്റ്റിനെ പരോക്ഷമായെങ്കിലും വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരികയാണ്. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ശബരിനാഥൻ്റെ പേര് ഉൾപ്പെടെ പറഞ്ഞു കേൾക്കുന്ന സാഹചര്യമുണ്ട്. അതിനിടയിൽ കോൺഗ്രസ് നേതൃത്വത്തെ അല്ല മുഴുവൻ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ ദിവ്യ എസ് അയ്യരുടെ ഭാഗത്തു നിന്ന് തുടർച്ചയായി ഇത്തരം പരാമർശങ്ങൾ വരുമ്പോൾ ഇനിയും മൗനം തുടരുന്നത് ഭൂഷണമല്ല എന്ന് കണ്ടാണ് ശബരിനാഥൻ ഇപ്പോൾ ഇങ്ങനെയൊരു വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്ന് വേണം പറയാൻ. മാത്രവുമല്ല ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യ എന്നതിന് അപ്പുറത്തേക്ക് ദിവ്യ എസ് അയ്യർ ശബരിനാഥനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പും പ്രധാനപ്പെട്ട ചുമതലകളിൽ തിരുവനന്തപുരം സബ് കളക്ടറായി ഉൾപ്പെടെ സേവനമനുഷ്ഠിച്ചതാണ്. പിന്നീടാണ് വിവാഹം ആയി മറ്റ് നടപടികളിലേക്ക് ഈ ശബരിനാഥനുമായുള്ള വിവാഹത്തിലേക്കൊക്കെ എത്തുന്നത്. അതുകൊണ്ട് ദിവ്യ എസ് അയ്യർ എടുക്കുന്ന നിലപാടുകളെ അത്തരത്തിൽ മാത്രം കണ്ടാൽ മതി. അതിനപ്പുറത്തേക്ക് അതിൻ്റെ രാഷ്ട്രീയമാനം കൊടുക്കേണ്ടതില്ല എന്നാണ് ഈ ശബരിനാഥനെ അനുകൂലിക്കുന്ന വിഭാഗം പറയുന്നത്. എന്തായാലും ദിവ്യ എസ് അയ്യർ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ദിവ്യയെ സംരക്ഷിച്ചുകൊണ്ട് ഒരു വിഭാഗം ഇടത് നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. അതേ സമയത്ത് തന്നെയാണ് കോൺഗ്രസിൻ്റെ മറുതലക്കിൽ നിന്ന് ഒരു വിഭാഗം നേതാക്കൾ പരസ്യ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.